ഹലോ 2 ദിവസം മുന്നേ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അമ്പലത്തിൽ ഉത്സവങ്ങളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമ്മുടെ അമ്പലത്തിലെ വിളക്കിന് വേണ്ടിയിട്ട് ഒരു ധാവണി സെറ്റ് എടുക്കാൻ പോവാ കേട്ടോ. ഞാനും അർച്ചനയും ചേച്ചിയും കൂടി ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത്യാവശ്യം ഞാൻ നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോയ സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. ഒരാൾ ഇതേ കാല ചെളിയായാലും കുഴപ്പമില്ല, ഒരു ചെരുപ്പ് നനയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. നമ്മൾ നേരെ പോയത് കരുനാഗപ്പള്ളി എസ് ബാറിലാട്ടോ. അവിടെ ചെന്നിട്ട് ആദ്യം തന്നെ സാരി സെക്ഷനിൽ ചുമ്മാ ഒന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അർച്ചനേജിയുടെ മാരേജ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ സാരി എടുത്താൽ മതിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ കളക്ഷനും കാര്യങ്ങളും നോക്കാൻ വേണ്ടി ചുമ്മാ ഒന്ന് കയറിയതാട്ടോ. അവിടെ കുറച്ച് നേരം ഒന്ന് അരിച്ച് പറക്കി നടക്കുന്നുണ്ടായിരുന്നു. ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചുമ്മാ കറങ്ങി തിരിഞ്ഞ് ആ ടോപ്പിൻ്റെ സെക്ഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കഫ്താൻ ടോപ്പ് നോക്കിയപ്പം കൊള്ളാൻ തോന്നി കേട്ടോ. അതിൻ്റെ റേറ്റ് നോക്കിയപ്പോൾ കണ്ണ് തള്ളിപ്പോയതുകൊണ്ട് പതുക്കെ അത് അവിടെ വെച്ചിട്ട് വേറെയൊക്കെ തപ്പി പറക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വന്നത് ഈ സാധനം എടുക്കാനല്ലാത്തതുകൊണ്ട് ചുമ്മാ അവിടെ കുറച്ച് നേരം കറങ്ങി നടന്നിട്ട് നമ്മൾ ധാവണിയുടെ മെറ്റീരിയൽ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ അത്യാവശ്യം കളക്ഷൻ കുറവായിരുന്നു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കിയാട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നേ. പക്ഷേ അവിടെ കുറച്ച് കളേഴ്സൊക്കെ ഉള്ളായിരുന്നു. പിന്നെ അപ്പോൾ അർച്ചനേജ് പറഞ്ഞ് നിനക്ക് പറ്റിയൊരു കടയുണ്ട്, വാ അങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എന്നെ നേരെ കൊണ്ടുപോയത് ഈ എസ് ഭാരതിന് തന്നെ ഓപ്പോസിറ്റുള്ള പരാഗ് എന്ന് പറയുന്ന ഷോപ്പിലോട്ട് കേട്ടോ. അത്യാവശ്യം ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവം നമ്മുടെ കരുനാഗപ്പള്ളിയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആന കരിമ്പത്തോട്ടത്തിൽ കയറിയ അവസ്ഥയായിരുന്നു കേട്ടോ. ഏതെടുക്കണമെന്ന് അറിയാൻ പറയാൻ ഞാൻ കുറേ നേരം അവിടെ ഓടിപ്പാഞ്ഞ് നടപ്പുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ ഒരെണ്ണം ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ തന്നെ നമ്മുടെ എന്താ ഈ ഡ്രസ്സിലൊക്കെ വെക്കുന്ന വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സെക്ഷനും ഉണ്ട് അവിടെ. നിന്ന് ഞാൻ അത്യാവശ്യം ഒരു കുഞ്ചലം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ബ്ലൗസിൻ്റെ ബാക്കിൽ വള്ളിയിൽ വെക്കാൻ വേണ്ടിയിട്ട്. എന്നെപ്പോലെ ഇതുവരെ ഈ കടയെ പറ്റി അറിയാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു വട്ടെങ്കിലും പോയി വിസിറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ അവിടെ നിന്ന് തന്നെ കിട്ടും. ചിലരൊക്കെ അവിടെ മെറ്റീരിയലിന് ഭയങ്കര റേറ്റ് ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് വെറുതായിട്ട് തോന്നി. നമ്മളെടുക്കുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം അടിപൊളിയാട്ടോ. അവിടെ നിന്ന് ഈ ഒരു കുഞ്ചലം വാങ്ങി നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെഡ്സിൻ്റെയിലൂടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഓഫർ സെയിൽ നടക്കുന്ന കാരണം അരിച്ച് പറക്കി 1-2 എടുത്തിട്ട് നമ്മൾ പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ കൊറ്റംകുളങ്ങര അമ്പലത്തിൽ ഇപ്പോൾ ഉത്സവം നടക്കും കേട്ടോ. അങ്ങനെ അർച്ചന ചേച്ചിയെ വീട്ടിലാക്കിയിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.